അധികാരത്തിലേറിയതിനു ശേഷമുള്ള UDF സർക്കാരിന്റെ വലിയ ഓപ്പറേഷനായിരുന്നു തൂഫാൻ. ഒരു പരിധിവരെ വിജയകരമായ സർക്കാരിന്റെ ആദ്യ പരിപാടി എന്ന് വേണമെങ്കിൽ പറയാം. ലഹരിക്കടത്തിന്റെ അടിവേരിളക്കാനുള്ള സർക്കാരിന്റെ ആ ഓട്ടത്തിനിടയിലാണ് MDMA-യുമായി കാസർഗോഡ് യൂത്ത് കോൺഗ്രസ് നേതാവ് പിടിയിലാകുന്നത്. യുവതലമുറയെ കൊല്ലുന്ന MDMA വ്യാപാര കേസിൽ സംസ്ഥാന മുഖ്യമന്ത്രിയുടെ അടുത്ത അനുയായി തന്നെ അറസ്റ്റിലാകുന്നത് ചെറിയ കാര്യമല്ല. മുഖ്യമന്ത്രിക്ക് ഒരുപക്ഷെ ഈ കച്ചവടത്തെക്കുറിച്ച് അറിയില്ലായിരിക്കാം. പക്ഷേ അറിഞ്ഞ ശേഷം എന്താണ് ചെയ്തത്? മെറ്റയുടെ സഹായത്തിൽ ബന്ധം ഒളിപ്പിക്കാൻ നോക്കുന്നു. സോഷ്യൽ മീഡിയയിൽ നിന്ന് വാർത്തകൾ നീക്കാൻ BJP സർക്കാരിന്റെ സഹായം കൂടിയുണ്ടെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. മാത്രമല്ല, ആരോ ഒരാളാണെങ്കിൽ എന്തിനാണ് സർക്കാർ ഇടപെട്ട് മെറ്റ വഴി തെളിവുകൾ ഇല്ലാതാക്കുന്നതെന്നും പിണറായി വിജയൻ ചോദിക്കുന്നുണ്ട്. ആദ്യം ആ ചോദ്യത്തിലേക്ക്. സമരവുമായി ബന്ധപ്പെട്ട പോസ്റ്റുകൾക്കും റീലുകൾക്കും ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം എന്നിവയിൽ മെറ്റ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കും. അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ആവശ്യപ്രകാരമാണ് ഇത്തരത്തിലൊരു സെൻസറിങ് നടപടി ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതേ പാതയിലാണ് UDF സർക്കാരും നീങ്ങുന്നത്. തൂഫാൻ നടപടിയുടെ ഭാഗമായി ഒരാളെ അറസ്റ്റ് ചെയ്യപ്പെട്ടല്ലോ. ആ അറസ്റ്റ് ചെയ്യപ്പെട്ടയാൾ മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ എന്ന് അവകാശപ്പെടാറുണ്ട് പോലും. ഫേസ്ബുക്ക് ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് ഈ വാർത്ത നീക്കം ചെയ്യപ്പെടുന്നതായിട്ട് വാർത്തകൾ വരികയാണ്. അപ്പോൾ BJP സർക്കാരിൻ്റെ പരോക്ഷമായ സഹായം ഇക്കാര്യത്തിൽ സർക്കാർ ലഭിക്കുന്നുണ്ട്, നമ്മുടെ സംസ്ഥാന സർക്കാർ ലഭിക്കുന്നുണ്ട്. പിണറായി വിജയൻ പറഞ്ഞ ഇക്കാര്യങ്ങൾ നേരത്തെ തന്നെ പല രീതിയിൽ സംശയം ഉയർത്തി ചോദ്യചിഹ്നമായി നിന്ന കാര്യങ്ങളാണ്. അത് പ്രതിപക്ഷം കൂടി എടുത്തു കാണിക്കുമ്പോൾ, ഇല്ലെങ്കിൽ പ്രതിപക്ഷം കൂടി അതിലെ എതിർപ്പ് അറിയിക്കുമ്പോൾ, ഇന്നിപ്പോൾ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ കൂടി ചേർത്ത് വായിക്കുമ്പോൾ ഉയരുന്ന ചോദ്യം, VD സതീശന്റെ ഭരണത്തിന് കീഴിൽ കേരളത്തിൽ നടക്കുന്നത് സോഷ്യൽ മീഡിയയിലെ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണോ എന്നതാണ്. കാരണം മറ്റൊന്നുമല്ല, മുഖ്യമന്ത്രിയെയും സംസ്ഥാന സർക്കാരിനെയും സംബന്ധിച്ച് ഈ വാർത്താ കാർഡുകളും പോസ്റ്റുകളും വീഡിയോകളും ഉൾപ്പെടെയുള്ള ഉള്ളടക്കങ്ങൾ ഇന്ത്യയിലെ ഫേസ്ബുക്ക് ഉപയോക്താക്കളിൽ നിന്ന് വ്യാപകമായി അപ്രത്യക്ഷമാകുന്നു എന്നാണ് അറിയുന്നത്. ചില മലയാള മാധ്യമങ്ങളിലെ ഉള്ളടക്കങ്ങൾ പോലും നിയന്ത്രണം വരുന്നുണ്ട്, അത് അപ്രത്യക്ഷമാവുന്നുണ്ട്. യുവർ ഫോട്ടോ ഈസ് അൺഅവൈലബിൾ ഇൻ ഇന്ത്യ എന്ന സന്ദേശം നിയന്ത്രിക്കപ്പെട്ട ഈ നിരവധി പോസ്റ്റുകൾ തുറക്കുമ്പോൾ ഫേസ്ബുക്ക് നൽകുന്നുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യേണ്ടതിലേക്ക് എന്തുകൊണ്ട് കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ്. അത് ഈ കേസിൽ മാത്രമല്ല എന്നാണ് പറയുന്നത്. VD സർക്കാരിനെയോ VD സർക്കാരിന്റെ ഗവൺമെന്റിനെയോ എതിർക്കുന്ന ആളുകളെ, അത് നേരത്തെ മോദിക്കെതിരെ ഈ VD സതീശനും ഒപ്പം തന്നെ UDF-ഉം കോൺഗ്രസിലെ നേതാക്കളുമെല്ലാം ഉന്നയിച്ച ആരോപണമാണ് ഇവിടെ ആവർത്തിക്കപ്പെടുന്നത് എന്നുള്ളത് കൂടിയാണ്. മണിക്കൂറുകളുടെ ഇടവേളയിലാണ് ഈ പ്രസിദ്ധീകരിച്ച വിവിധ വാർത്താ കാർഡുകൾക്കും വീഡിയോകൾക്കും പോസ്റ്റുകൾക്കും ഒക്കെ ഈ സമാനമായിട്ടുള്ള നിയന്ത്രണം നേരിട്ടത്. അതിൻ്റെയൊക്കെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അതായത് പോസ്റ്റ് ഇടുന്നു, ഇല്ലെങ്കിൽ ഇത്തരത്തിലൊരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നു, ഒരു കാർഡ് പോസ്റ്റ് ചെയ്യുന്നു, ഈ വാർത്തയുമായി ബന്ധപ്പെട്ടതോ ഇല്ലെങ്കിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ടതോ ഒരു കാർഡ് പോസ്റ്റ് ചെയ്യുന്നു. ആ കാർഡ് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അപ്രത്യക്ഷമാവുന്ന വീഡിയോകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ അത്ഭുതപ്പെട്ട് രാജ്യം നിൽക്കുന്നു എന്നുള്ളതാണ്. അതിപ്പോൾ എവിടെയാണെങ്കിലും, അത് കേരളത്തിൽ നിന്ന് പോസ്റ്റ് ചെയ്യണമെന്നില്ല, മറ്റേതെങ്കിലും സ്റ്റേറ്റുകളിൽ നിന്ന് പോസ്റ്റ് ചെയ്യുന്നില്ല, ഇന്ത്യയിൽ എവിടെ നിന്ന് അത്തരത്തിലുള്ള സർക്കാരിനെതിരായിട്ടുള്ള പോസ്റ്റുകൾ വന്നാലോ അത് മോദിക്കെതിരായി ചെയ്തപ്പോൾ എങ്ങനെയാണോ ചോദ്യം ചെയ്തത് അതുപോലെ ചോദ്യം ചെയ്യപ്പെടേണ്ട കാര്യമാണ് എന്നുള്ളതാണ്. ഇതോടെ ഇന്ത്യയിലെ ഉപയോക്താക്കൾക്ക് ഈ ഉള്ളടക്കങ്ങൾ നേരിട്ട് കാണാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അത് സ്വാഭാവികമായിട്ടും അഭിപ്രായ സ്വാതന്ത്ര്യം ഉൾപ്പെടെയുള്ളതിനെ ബാധിക്കുന്ന ഗുരുതരമായിട്ടുള്ള വിഷയത്തിലേക്ക് കാര്യങ്ങൾ കടക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും ഒന്നും വിമർശിക്കുന്നത് അത് വാർത്തകൾക്ക് മാത്രമല്ല, സർക്കാരുമായി ബന്ധപ്പെട്ട ഈ വിമർശന വാർത്തയല്ലാത്ത ഒരു വസ്തുത അത് ചൂണ്ടിക്കാട്ടുന്ന വാർത്തകൾക്ക് പോലും ഈ സമാന നിയന്ത്രണം നേരിടുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഒരു ആരോപണവുമായി ബന്ധപ്പെട്ടാണെങ്കിലോ ഇല്ലെങ്കിൽ ഇത്തരത്തിലൊരു പരാതിയുമായി ബന്ധപ്പെട്ടാണെങ്കിലോ ഒക്കെ അത് തെളിയുന്നതിന് മുമ്പ് ഈ പോസ്റ്റുകൾ ഇടുന്നത് നീക്കണമെന്നാവശ്യപ്പെടാം. പക്ഷേ അത് മെറ്റയെ സ്വാധീനിച്ചുകൊണ്ട് ഇല്ലെങ്കിൽ മെറ്റ വഴി അത് നീക്കം ചെയ്യാൻ ഒരു സ്റ്റേറ്റ് തീരുമാനിക്കുക, ഒരു സർക്കാർ തീരുമാനിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ ഗുരുതരമായിട്ടുള്ള ലംഘനം നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇത് മാത്രമല്ല, ഇതിപ്പോൾ ക്ഷേമ പെൻഷൻ വീടുകളിൽ എത്തിക്കുന്നത് തുടരണം എന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ ആവശ്യവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസം അത് ഇല്ലാതായി പോയിരിക്കുന്നു എന്ന് പറയുന്നു. ഒപ്പം തന്നെ വിഴിഞ്ഞത്ത് വള്ളം മറിഞ്ഞ് കാണാതായ മത്സ്യത്തൊഴിലാളി ജോണിന്റെ മകൾ
ജിജി പ്രതികരണം ഇട്ടതുമായി ബന്ധപ്പെട്ട് പല മാധ്യമങ്ങളിലും ആ പ്രതികരണ വീഡിയോ വന്നതാണ്. ആ വീഡിയോ നീക്കം ചെയ്തു എന്ന് പറയപ്പെടുന്നു. അങ്ങനെ സർക്കാരിന് അനുകൂലമായിട്ടല്ലാത്ത എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ നിന്ന് നീക്കം ചെയ്യുക എന്ന തീരുമാനത്തിലേക്ക് ഒരു സംസ്ഥാനത്തിന്റെ സർക്കാർ എത്തുക എന്ന് പറഞ്ഞാൽ അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. അത് പ്രതിപക്ഷം മാത്രമല്ല, പൊതുജനം കൂടി ചോദ്യം ചെയ്യാൻ പോവുകയാണ്. കോൺഗ്രസുകാരുടെ ഈ MDMA കടത്ത് സംബന്ധിച്ച വാർത്തകളും ഈ കണ്ടന്റുകളും ഒക്കെ നീക്കം ചെയ്യാൻ മെറ്റയോട് സർക്കാർ ആവശ്യപ്പെട്ടു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ശരിയാണെങ്കിൽ ഗുരുതരമായ വിഷയമാണ്. MDMA ഇടപാട് VD സതീശൻ ചെയ്തു എന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. അതല്ല കേസും. ഇത് ചെയ്യില്ലെന്നും ഉറപ്പാണ്. കാരണം ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിന്റെ അറിവോടുകൂടി അദ്ദേഹം അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യാൻ ആവശ്യപ്പെടുകയോ ഇല്ലെങ്കിൽ അറിവോടുകൂടി അത് ഒരാൾക്ക് ചെയ്യാനോ സാധിക്കില്ല. അദ്ദേഹത്തിന്റെ ചുറ്റും നിൽക്കുന്ന ആളുകൾ, കാരണം കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് പിണറായി വിജയന്റെ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന ആളുകൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ, പിണറായി വിജയൻ തന്നെ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ, പിണറായി വിജയന്റെ ഓഫീസിലുള്ള ആരെങ്കിലും തെറ്റ് ചെയ്താൽ എങ്ങനെയാണ് ഈ പ്രതിപക്ഷമായിരുന്ന അന്നത്തെ പ്രതിപക്ഷമായിരുന്ന കോൺഗ്രസ് നേതാക്കൾ ചോദ്യം ചെയ്തത് ഇല്ലെങ്കിൽ UDF അന്ന് ചോദ്യം ചെയ്തത് എന്നുള്ളത് കണ്ടതാണ്. ആ ചോദ്യം ചെയ്തതിൽ ഏറ്റവും മുന്നിൽ നിന്ന ആളാണ് VD സതീശൻ. ആ VD സതീശന്റെ സർക്കാരും VD സതീശൻ മുഖ്യമന്ത്രിയുമാണ് ഇപ്പോൾ ഇക്കാര്യം ചെയ്യുന്നത് എന്നുള്ളതാണ്. കാരണം സംരക്ഷിക്കുക എന്നതിനപ്പുറത്തേക്ക് ഇപ്പം ഒരു പക്ഷേ അന്ന് LDF സർക്കാരിന്റെ കാലത്ത് അന്ന് ക്രിമിനലുകളാണ് എന്ന് കണ്ടെത്തിയ ആളുകളെ ഒന്നും ഒരുപക്ഷെ ആ മന്ത്രിസഭയിലെയോ ഇല്ലെങ്കിൽ ആ പാർട്ടിയിലെയോ ആളുകൾ സംരക്ഷിച്ചുണ്ടാകില്ല. ഒരു പക്ഷേ സംരക്ഷണം കിട്ടിയിട്ടുണ്ടാവും. അതുപോലെ ഒരു സംശയം ഈ മന്ത്രിസഭയിൽ ഇപ്പം VD സതീശൻ അദ്ദേഹം മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ഒരാൾക്ക് ഇത്തരത്തിൽ MDMA കേസുമായി ബന്ധമുള്ള ഒരാൾക്ക് എപ്പോഴും വീട്ടിൽ വന്നു പോകാം എന്ന തരത്തിൽ ബന്ധമുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ചോദ്യം ഉയരും. അത് ജനത്തിന് അവകാശമുള്ള കാര്യമാണ്. അക്കാര്യത്തിൽ വ്യക്തത വരുത്തുക എന്നുള്ളത് സർക്കാരിനെ സംബന്ധിച്ചും VD സതീശനെ സംബന്ധിച്ചും ഉത്തരവാദിത്തപ്പെട്ട കാര്യമാണ്. പക്ഷേ മുഖ്യമന്ത്രിയുടെ ആളാണെന്ന് പറഞ്ഞ ഒരാൾ ഇത് ചെയ്യുന്നത് ഗുരുതര വിഷയമാണ് എന്ന് പറയുമ്പോൾ തന്നെ അത് അങ്ങനെ നേരിടേണ്ടത് എങ്ങനെയാണ്? ഇത് സർക്കാരാണെങ്കിലും മറ്റ് നേതാക്കളാണെങ്കിലും മന്ത്രിസഭയിലുള്ള ആളുകളാണെങ്കിലും ഈ രീതിയിലാണോ ഇത് നേരിടേണ്ടത് എന്നുള്ളതാണ്. ഇതൊരു MLA പറയുന്നുണ്ടായിരുന്നു, അതിൽ വലിയ കാര്യമൊന്നുമില്ല, ഇല്ലെങ്കിൽ സർക്കാരുമായിട്ടോ മുഖ്യമന്ത്രിയുമായിട്ടോ ബന്ധമൊന്നുമില്ല. പക്ഷേ ആ ബന്ധമില്ല എന്നുള്ളത് അത് ബോധ്യപ്പെടുത്തണം, അത് കൃത്യമായി ബോധ്യപ്പെടുത്തണം. കാരണം ഈ ബന്ധമുണ്ട് എന്ന് പറഞ്ഞു നടക്കുന്നത് മറ്റാരുമല്ല, ഇദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ ഞാനാണ് ഹാൻഡിൽ ചെയ്യുന്നത്, എനിക്ക് VD സതീശനുമായിട്ട് വലിയ ബന്ധമുണ്ട്, ഞാൻ കോൺഗ്രസ് പാർട്ടിയുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ഒരാളാണ് MDMA കേസിലകത്താവുന്നത്. അപ്പോൾ അത് അങ്ങനെയല്ല എന്ന് വ്യക്തമാക്കേണ്ട, തെളിയിക്കേണ്ട ഉത്തരവാദിത്തം സർക്കാരിനുണ്ട്, ഈ പറയുന്ന ആരോപണം നേരിടുന്ന ആളുകൾക്കുണ്ട്. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ആകെ തല്ലിപ്പൊളിയാണ് എൻ്റെ അഭിപ്രായത്തിൽ. നമ്മുടെ പിണറായി സാറെന്ന് പറഞ്ഞാൽ എത്ര നല്ലപോലെ ഇവിടെ ഭരിച്ചതാണ്. പക്ഷേ ഓപ്പറേഷൻ തൂഫാനൊന്നും ഉണ്ടാക്കിയില്ല. ഇനി നേതാക്കൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇങ്ങനെയുള്ള ആൾക്കാരാണോ അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ഇതിനു മുമ്പുള്ള കേസിൽ വല്ലതും പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നേതാക്കൾ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. അവരുടെ രാഷ്ട്രീയ ഭാവി പ്രശ്നമാകുന്നൊരു കാര്യങ്ങളാണല്ലോ ഇതൊക്കെ. ഫേക്ക് ന്യൂസ് ആയിരിക്കും MDMA ആയിട്ടുള്ള ഈ കേസിലായിട്ടുള്ള ബന്ധമുണ്ടെന്ന് പറയും. പിന്നെ രാഷ്ട്രീയ നേതാക്കളാകുമ്പോൾ മുഖ്യമന്ത്രിയുടെയും പ്രഗത്ഭരായ മുകളിലിരിക്കുന്ന എല്ലാ രാഷ്ട്രീയ ഇത്തരം അഭിപ്രായങ്ങൾ സമൂഹത്തിൽ നിന്ന് ഉയർന്നു വരുന്നു. ആ അഭിപ്രായങ്ങളുടെ എണ്ണം കൂടുക മാത്രമല്ല, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രതിപക്ഷം ഇത് ഏറ്റെടുത്തിട്ടുണ്ട്. പ്രതിപക്ഷം ഏറ്റെടുക്കുക എന്നത് മാത്രമല്ല, ഇതിൽ പ്രതികരണം ഉയർന്നത് ആദ്യം ആളുകളിൽ നിന്നാണ്, അതായത് പൊതുജനത്തിൽ നിന്നാണ്. അതിനുശേഷമാണ് ഇന്നിപ്പോൾ മുഖ്യമന്ത്രി ഔദ്യോഗികമായിട്ട് വന്ന് ഇക്കാര്യത്തിൽ ഒരു പ്രതികരണം നടത്തുന്നത്. അപ്പോൾ ഈ കോൺഗ്രസുകാരുടെ MDMA കടത്ത് സംബന്ധിച്ച വാർത്തകളും കണ്ടന്റുകളും നീക്കം ചെയ്യാൻ മെറ്റയോട് സർക്കാർ ആവശ്യപ്പെട്ടു എന്ന റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ചില ചോദ്യങ്ങൾ അവിടെ വരുന്നുണ്ട്. ആരാണ് അത് ആവശ്യപ്പെട്ടത് എന്നുള്ളതാണ്. മെറ്റയോട് ഇത് നീക്കം ചെയ്യണമെന്ന് സംസ്ഥാന സർക്കാരിന് നേരിട്ട് ആവശ്യപ്പെടാൻ സാധിക്കുമോ? ഇതിനു മുമ്പ് ഇതുമായി ബന്ധപ്പെട്ടൊരു മറ്റൊരു വീഡിയോ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടൊരു കേസുണ്ടായിരുന്നു. ഏറെ നാൾ അത് ചർച്ച ചെയ്യപ്പെട്ടതാണ്. അതുപോലെ ഇക്കാര്യത്തിൽ ഇത് ആവശ്യപ്പെടാൻ സർക്കാരിന് സാധിക്കുമോ? അങ്ങനെയെങ്കിൽ എന്താണ് അതിന്റെ പ്രൊസീജിയറുകൾ, എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെ വീഡിയോകളാണ്, ഏത് അടിസ്ഥാനത്തിലാണ്, എന്തിന്റെ അടിസ്ഥാനത്തിലാണ്, ഏത് നിയമമാണ് ഇവിടെ ലംഘിക്കപ്പെടുന്നത്, ആരുടെ പരാതിയിലാണ് ഈ നടപടി ആവശ്യപ്പെട്ടത്? ഒരു പരാതി ഇല്ലെങ്കിൽ എങ്ങനെയാണ് അതായത് സർക്കാരിന് നേരിട്ട് അതിൽ പരാതി നൽകാൻ സാധിക്കുമോ? മെറ്റയെ ആ പരാതി ബോധ്യപ്പെടുത്താൻ സാധിക്കുമോ? അങ്ങനെയെങ്കിൽ ഏത് നിയമത്തിലാണ് അത് ചെയ്യാൻ സാധിക്കുക? മെറ്റയ്ക്ക് എന്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോകൾ റിമൂവ് ചെയ്യാൻ സാധിക്കുക? അത് മറ്റൊരാളുടെ പ്രൈവസിയെ ബാധിക്കുന്ന കാര്യമാണോ, ഇല്ലെങ്കിൽ മറ്റൊരാളുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ബാധിക്കുന്ന കാര്യമാണോ? അങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങൾ അവിടെ ഉയർന്നു നിൽക്കുകയാണ്. സർക്കാരിൻ്റെ, അതായത് കേന്ദ്ര സർക്കാരിൻ്റെ ദി ഇൻഫർമേഷൻ ടെക്നോളജി റൂൾസ് 2021 ദുരുപയോഗം ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. അതായത് തങ്ങൾക്കെതിരെ ഉയരുന്ന വിമർശനങ്ങളെയും
ജനശബ്ദങ്ങളെയും അടിച്ചമർത്താൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നു എന്ന ഗുരുതരമായ ആരോപണം. അത് രാജ്യസുരക്ഷയെ ബാധിക്കുന്നതാണെങ്കിൽ, വ്യാജ വാർത്തകളാണെങ്കിൽ, വിദ്വേഷ പ്രചാരണത്തിലൂടെ ക്രമസമാധാന തകർച്ചയുണ്ടാക്കുന്ന വാർത്തകളാണെങ്കിൽ അങ്ങനെയുള്ള പോസ്റ്റുകൾ നീക്കം ചെയ്യാനാണ് ഈ പറഞ്ഞിരിക്കുന്ന 2021 ആ നിയമത്തിൽ വ്യവസ്ഥയുള്ളത്. ഇതിനോടൊന്നും ഒരു ബന്ധവുമില്ലാത്ത കാര്യത്തിനാണ് ഇവിടെ ഈ റൂൾ ദുരുപയോഗം ചെയ്യപ്പെടുന്നത്. വ്യാജ വാർത്തയോ ക്രമസമാധാന പ്രശ്നമോ ഉണ്ടാക്കാത്ത സർക്കാരിന്റെ അഴിമതികളെയും ഭരണപരാജയങ്ങളെയും ഒക്കെ നിശിതമായി വിമർശിക്കുന്ന പോസ്റ്റുകളും ഇല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളുമൊക്കെ ഇങ്ങനെ മുക്കാനുള്ള ശ്രമം നടത്തുമ്പോൾ, ഇല്ലെങ്കിൽ മെറ്റയുമായി ബന്ധപ്പെട്ട് ഇത് എവിടെ നിന്നാണ്? നേരത്തെ പിണറായി പറഞ്ഞ ഗുരുതരമായ മറ്റൊരു കാര്യമുണ്ട്. ഇതിന് കേന്ദ്ര സർക്കാർ ഇതിൽ സഹായിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ തന്നെ പ്രതിപക്ഷം ഇക്കാര്യത്തിൽ കേരളവും കേന്ദ്രവും തമ്മിലുള്ള ഇല്ലെങ്കിൽ BJP ബന്ധമൊക്കെ ആരോപിക്കുന്ന സാഹചര്യത്തിലാണ് ഇത് വളരെ ഈസി ആയിട്ട് സംസ്ഥാന സർക്കാരിന് സാധിക്കുന്നത്. അങ്ങനെ നീക്കം ചെയ്യുന്നത് ഇത്രത്തോളം എളുപ്പമാണെങ്കിൽ എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നുള്ള ചോദ്യം വരുന്നുണ്ട്. ആളുകൾക്ക് സ്വാഭാവികമായിട്ടും അതിലൊരു ഭയമുണ്ട്. അവർ മിണ്ടാൻ ഭയക്കുന്നു. കാരണം ഇത് കഴിഞ്ഞ് ചിലപ്പോൾ ഒരുപക്ഷെ ഇത് നീക്കം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നരേന്ദ്രമോദിയെ എന്തെങ്കിലും പറഞ്ഞാൽ കേസെടുക്കുന്നത് പോലെ ഇവിടെ ഒരു വാക്കുപോലും ഈ ഭരിക്കുന്ന ആളുകളെ കുറിച്ചോ ഇല്ലെങ്കിൽ ഒരു അഭിപ്രായം പോലും ആളുകൾക്ക് പറയാൻ സാധിക്കില്ല എന്നിടത്താണ് പ്രശ്നം. സാധാരണക്കാരായ ആളുകളുടെ, ജനങ്ങളുടെ അഭിപ്രായമാണ്, അവരെ വായടപ്പിക്കാനുള്ള നീക്കമാണ് ഇതെന്ന് പറയുന്നതിൽ വലിയ തെറ്റില്ല. കാരണം ആ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നുകൊണ്ടേയിരിക്കും. ഇക്കാര്യത്തിൽ ജനാധിപത്യത്തിൽ സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും ഒക്കെ വിമർശിക്കാനുള്ള അവകാശം ഭരണഘടന ഉറപ്പു നൽകുന്നുണ്ട്. അത് പൗരന്റെ ഇല്ലെങ്കിൽ മാധ്യമത്തിന്റെ ഒക്കെ അവകാശമാണത്. വിമർശിക്കുന്ന വാർത്തകളും പോസ്റ്റുകളും സോഷ്യൽ മീഡിയയിൽ നിന്ന് നീക്കം ചെയ്യിച്ച് ഭരണം മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് VD സതീശൻ സർക്കാർ കരുതുന്നുണ്ടോ എന്ന് പ്രതിപക്ഷത്തിലെ പല നേതാക്കളും ചോദിക്കുന്നുണ്ട്. അതേ ചോദ്യം തന്നെയാണ് ചോദിക്കുന്നത്. കാരണം ഇങ്ങനെ വായടപ്പിച്ച് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്നാമത് സർക്കാരിനെ സംബന്ധിച്ച് അധികാരത്തിൽ വന്നത് മുതൽ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇക്കഴിഞ്ഞ 2.5 മാസമായിട്ടും ചോദ്യം ചെയ്യലുകൾ മാത്രമാണ് നടക്കുന്നത്. അതിപ്പോൾ നിയമനത്തിന്റെ കാര്യത്തിലായാലും മറ്റെന്തെങ്കിലും വിഷയത്തിലായെങ്കിലും, ഒരു പദ്ധതിയുടെ കാര്യത്തിലാണെങ്കിലും, രാഷ്ട്രീയ നിലപാടെടുക്കുന്ന കാര്യത്തിലായാലും ചോദ്യം ചെയ്യലുകൾ മാത്രമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഹണിമൂൺ പീരീഡ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഇനിയും പറയാൻ സാധിക്കുമോ എന്നുള്ളതാണ്. ഒരു സർക്കാരിനെ സംബന്ധിച്ച് അത് അതിക്രമിച്ചു കടന്നിരിക്കുന്നു സമയം എന്നുള്ളതാണ്. അപ്പോൾ ആ സമയത്തിനുള്ളിൽ ഇത്രയധികം സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നു. അപ്പോഴാണ് ഇത്തരത്തിൽ ഒരു സംവിധാനത്തിലേക്ക് ഇല്ലെങ്കിൽ മെറ്റയെ ഉപയോഗിച്ച് ഇങ്ങനെ വിമർശിക്കുന്ന, അഭിപ്രായം പറയുന്ന കാര്യങ്ങളൊക്കെ നീക്കാനുള്ള, അത് വീണ്ടും ആവർത്തിക്കുന്നു, കേന്ദ്രത്തിന്റെ സഹായത്തിലാണെങ്കിൽ അത് വളരെ ഗുരുതരമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ നരേന്ദ്രമോദിയെ അങ്ങനെ വിമർശിച്ച ഒരാൾ ഇവിടെയും ഇത് ചെയ്യുന്നു എന്നുള്ളപ്പോൾ എന്ത് വ്യത്യാസമാണ് ഇവർ തമ്മിലുള്ളത് എന്നൊരു ചോദ്യം കൂടി അവിടെ വരുന്നുണ്ട്. ഞങ്ങൾ ഈ ചോദ്യങ്ങളെല്ലാം പ്രേക്ഷകരോട് ചോദിച്ചിരുന്നു. ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ ചോദിക്കുന്നവന്റെ ഒരു രാഷ്ട്രീയം അന്വേഷിക്കുക, വാർത്തകൾ നിയന്ത്രിക്കാൻ ശ്രമിക്കുക, മുഖ്യമന്ത്രിക്ക് അസഹിഷ്ണുതയാണെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തുക, അത്രമാത്രം എന്താണ് ഇതിൽ മറച്ചു വെക്കാനുള്ളത് എന്ന് ഞങ്ങൾ ചോദിച്ചിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾ അതിൽ പറയുന്നത് ഇതിൽ ജനാധിപത്യത്തിൽ അധികാരത്തിന് മുകളിലാണ് ജനങ്ങളുടെ അറിയാനുള്ള അവകാശം എന്ന് ബോധ്യമുള്ള മനുഷ്യരാണ്, അല്ലെങ്കിൽ ബോധ്യമുള്ള ആളുകളാണ് ഈ വോട്ട് ചെയ്ത് ഇവരെ അധികാരത്തിൽ എത്തിച്ചിരിക്കുന്നത്. അത് സംരക്ഷിക്കാൻ അത് ഏതറ്റം വരെയും പോയ ചരിത്രം നമ്മുടെ മണ്ണിനുണ്ട്. മാത്രവുമല്ല, കുറച്ചെങ്കിലും ജാഗ്രത വേണം. ഇത്തരം ആളുകളെ, ഈ കേസുകളിലൊക്കെ പെടുന്ന ആളുകളെ സംരക്ഷിക്കുമ്പോൾ, അവർക്ക് വേണ്ടി വാദിക്കുമ്പോൾ കുറച്ചെങ്കിലും ജാഗ്രത വേണം എന്ന് നേതാക്കളെ ഓർമ്മിപ്പിക്കുന്നു കൂടിയുണ്ട് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ, കേസുകൾ. അത് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ എന്താണ് എന്നുള്ളത് കൂടി കേട്ടിട്ട് വരാം. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ആകെ തല്ലിപ്പൊളിയാണ് എൻ്റെ അഭിപ്രായത്തിൽ. നമ്മളെ പിണറായി സാർ എന്ന് പറഞ്ഞാൽ എത്ര നല്ലപോലെ ഇവിടെ ഭരിച്ചതാണ്. പക്ഷേ ഓപ്പറേഷൻ തൂഫാനൊന്നും ഉണ്ടാക്കിയില്ല. ഇനി നേതാക്കൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇങ്ങനെയുള്ള ആൾക്കാരാണോ അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഇതിനു മുമ്പുള്ള കേസിൽ വല്ലതും പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നേതാക്കൾ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. അവരുടെ രാഷ്ട്രീയ ഭാവി പ്രശ്നമാകുന്നൊരു കാര്യങ്ങളാണല്ലോ ഇതൊക്കെ. ഫേക്ക് ന്യൂസ് ആയിരിക്കും MDMA ആയിട്ടുള്ള ഈ കേസിലായിട്ടുള്ള ബന്ധമുണ്ടെന്ന് പറയും. പിന്നെ രാഷ്ട്രീയ നേതാക്കളാകുമ്പോൾ മുഖ്യമന്ത്രിയുടെയും പ്രഗത്ഭരായ മുകളിലിരിക്കുന്ന എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരായിട്ട് ബന്ധമുണ്ടാവും. അതിന് മുന്നേ ഉള്ള ഫംഗ്ഷനിലും അങ്ങനെയുള്ള പല ഫോട്ടോസും വീഡിയോസുകളൊക്കെ പുറത്തു വരും. അപ്പോൾ ഈ ഒരു കേസ് വരാൻ നേരത്ത് ചിലപ്പോൾ അതൊക്കെ എടുത്തിടുമായിരിക്കും. ഇപ്പോൾ മുഖ്യമന്ത്രിയെ സംശയിക്കാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ തുഫാൻ്റെ പേരിൽ അങ്ങോളം ഇങ്ങോളം എല്ലാവരെയും സംശയിക്കേണ്ടി വരും. എന്ന് പറഞ്ഞാൽ പുള്ളി ചെല്ലാത്ത മേഖല, പുള്ളി മുഖ്യമന്ത്രിയായിട്ട് ഇപ്പോൾ 2 മാസം ഇട്ടു. അതിന് മുമ്പത്തെ ഫോട്ടോസും വീഡിയോസൊക്കെ ആയിരിക്കും കാണിക്കുന്നത്. നമുക്കറിയാൻ പറ്റില്ല. ഇപ്പോൾ ഒരു ജനസമ്മതനം എന്ന നിലയിൽ പുള്ളി പല പരിപാടിക്കും പോയിട്ടുണ്ടാവും. അന്നേരം എടുത്ത വീഡിയോ ആയിരിക്കും, ഫോട്ടോസും ആയിരിക്കും ഈ കാണിക്കുന്നത്. ഇപ്പോൾ തൂഫാൻ എന്നും പറഞ്ഞിട്ട് അതും വന്നിരിക്കണേ, അതും പോയതെന്താണെന്നാണ് കേൾക്കുന്നത്. കുറേ കാലം ഇന്ത്യ ഭരിച്ചിട്ട് പിന്നെ നാട്ടിൽ ഒന്നുമില്ല. ഒരിക്കലും ജയിക്കണമെങ്കിൽ ഇവിടെ വരണം, വയനാട്ടിൽ വരണം. അത്രയ്ക്ക് അതപ്പതിച്ചൊരു പാർട്ടിയാണ്. ഒരു രാഷ്ട്രീയക്കാരെ മാത്രം ഇപ്പോൾ കോൺഗ്രസിൻ്റെ ആ പ്രവർത്തകരൊക്കെ പിടിക്കപ്പെട്ടു എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ
അവരെ മാത്രം അങ്ങോട്ട് തള്ളി പറയാൻ പറ്റില്ല. ഏത് മേഖലയിലും ഉണ്ട് ഇത്. എല്ലാവരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. മയക്കുമരുന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മറ്റുള്ള ദൂഷ്യഫലങ്ങളിൽ പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഭാവിയാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. പുതിയൊരു ഗവൺമെൻറ് വന്ന് നല്ല രീതിയിൽ പോകുന്നുള്ളൊരു പ്രതീക്ഷ ജനങ്ങൾക്ക് ഉണ്ടായിന്. പക്ഷെ ആ രാഷ്ട്രീയത്തിന് തന്നെ എതിരെ തന്നെയാണ് ഇപ്പോൾ തിരിയുന്നത്. ജനങ്ങളിപ്പോൾ എങ്ങനെ വിശ്വസിക്കുക, ആരാ വിശ്വസിക്കുക? ഇത് എല്ലാ രാഷ്ട്രീയ പാർട്ടീൻ്റെ അകത്തും ഉണ്ടാകുന്നതാണ്. അത് കൂടുതൽ നേതാക്കന്മാർ ശ്രദ്ധിക്കുക. ഈ അടുത്ത് നമ്മൾ ഇപ്പോൾ കൂടെ കൂട്ടുമ്പോൾ അവരുടെ ബാക്ക്ഗ്രൗണ്ട് അറിഞ്ഞു വേണം കൂടെ കൂട്ടാൻ. തൂഫാനിൽ പിടിച്ച് അകത്ത് ഇടുന്ന പ്രതികളുണ്ടല്ലോ, ഇവരെ ഒന്നാമത് കോടതി വെറുതെ വിടും. ഒരാഴ്ച പോലും അതിന് മറ്റുള്ളവർക്ക് പ്രോത്സാഹനം. ഇത് അടിവേരോടുകൂടി അറക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. നേതാക്കൾ മറ്റുള്ളവർക്ക് മാതൃകയേണ്ട ആളുകളാണ്. അപ്പോൾ അവർ ഈ ഇങ്ങനെ ഒരു സംഭവത്തിൽ കുടുങ്ങാന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര ഒരു മോശപ്പെട്ട കാര്യം തന്നെയാണ്. കുട്ടികളെ നശിപ്പിക്കുന്നത് പോലെ തന്നെ നന്നാക്കാൻ നോക്കുന്ന തൂഫാൻ എന്ന് പറയാണ്ട് അങ്ങനെ ഇവരെന്നെ കാസർഗോഡിൽ വേറെ എവിടെയൊക്കെ വിൽക്കുന്നുണ്ടോ നമുക്കറിയില്ല. ഇപ്പോൾ അങ്ങനെ ഒരു വട്ടം പിടിച്ചിട്ടുള്ളൂ. ഇനി വേറെ എവിടെയൊക്കെ നടത്തുന്നുണ്ടോയെന്ന് അറിയില്ലല്ലോ. അപ്പോൾ കുട്ടികളാണിത് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ വിൽക്കുന്നത് വിൽക്കാൻ ചാൻസ് കൂടുതൽ. അപ്പോൾ കുട്ടികളൊന്നും കൂടി നോക്കണം. പുതിയ തലമുറനെ നയിക്കേണ്ടത് ഓല, എന്നിട്ട് ഓലാണ് നമ്മൾ നശിപ്പിക്കുന്നത്. യെസ്, ആരുടെ പരാതിയിലാണ് ഇത്തരത്തിൽ നടപടികളിലേക്ക് കടന്നത് എന്നതാണ് ആദ്യം അറിയേണ്ടത് ഇക്കാര്യത്തിൽ. ഒപ്പം തന്നെ ഈ ജനങ്ങളുടെ ശബ്ദം അടിച്ചമർത്തുക, അത് രാഷ്ട്രീയമായിട്ടുള്ള വിമർശനമാണെങ്കിലും സാങ്കേതികമായിട്ടുള്ള കാര്യത്തിലാണെങ്കിലും അതിനപ്പുറത്തേക്ക് ഈ ചെയ്തിരിക്കുന്ന ഇല്ലെങ്കിൽ ഇപ്പോൾ വന്നിരിക്കുന്ന കേസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ആളുകളുടെ ശബ്ദം അടിച്ചമർത്തുക, ആളുകളുടെ വായടപ്പിക്കുക, അവർക്ക് മിണ്ടാൻ സാധിക്കാത്തതിലേക്ക് കാര്യങ്ങളെ എത്തിക്കുക എന്ന് പറയുമ്പോൾ അത് സർക്കാരിനെ സംബന്ധിച്ച് കുറച്ച് ബാധ്യതയുണ്ടാക്കുന്ന, ഇല്ലെങ്കിൽ മറുപടി പറയേണ്ട സമയങ്ങളിൽ മറുപടി പറയാതെ പോകുന്ന കാര്യങ്ങളൊക്കെ സർക്കാരിന് വലിയ ബാധ്യത ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ബാധ്യത എന്നത് മാത്രമല്ല, ജനാധിപത്യ രീതിയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ആ അഭിപ്രായങ്ങൾ പറയാനുള്ളത് കൂടിയാണ് ആ വോട്ട് എന്ന് പറഞ്ഞ് ഇവർ വാങ്ങിക്കൊണ്ടു പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തേണ്ടത് അത് ജനങ്ങളുടെ അവകാശമാണ്. അത് കേൾക്കുക, അത് പരിഹരിക്കുക, അതിനപ്പുറത്തേക്ക് അതിലൊരു ക്ലാരിറ്റി വരുത്തുക എന്നുള്ളത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. അതിൽ പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള കേസുകളിൽ ക്രിമിനൽ കേസുകളൊക്കെ വരുമ്പോൾ അത്തരത്തിലുള്ള ക്രിമിനലുകളെ സംരക്ഷിക്കുന്നത് സർക്കാരിന് ഒരു തരത്തിലും ഇല്ലെങ്കിൽ ജനങ്ങൾക്ക് ഒരു തരത്തിലും ന്യായീകരിക്കാൻ സാധിക്കില്ല. സർക്കാർ അക്കാര്യത്തിൽ കൃത്യമായ മറുപടി, അതിപ്പോൾ വി ഡി സതീശൻ നാളെ വന്ന് മാധ്യമങ്ങളോട് ഇക്കാര്യത്തിൽ കൃത്യമായ വിവരം, ഇന്ന ബന്ധമാണ് ഞങ്ങൾ തമ്മിൽ എന്നൊന്നും പറയണമെന്നില്ല. അദ്ദേഹം ഇനി മാധ്യമങ്ങളെ കാണുമോ ഈ വിഷയത്തിൽ എന്ന് പോലും അറിയില്ല. പക്ഷേ അത്തരത്തിലൊരു വിശദീകരണമല്ല, ഒരു ജാഗ്രതയാണ് ജനവും ആവശ്യപ്പെടുന്നത് എന്നുള്ളതാണ് ഇത്രയധികം ആളുകളോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. കാരണം നേരത്തെ ഉണ്ടായിരുന്ന കഴിഞ്ഞ 10 വർഷം ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ LDF സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചകൾ, അവർക്കുള്ള ബന്ധങ്ങൾ, ഇപ്പോൾ ഇതാ അർജുൻ ആയങ്കിയും CPM-ഉം തമ്മിൽ എന്ത് ബന്ധം എന്ന് പോലും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അത്തരത്തിലുള്ള ക്രിമിനലുകളുമായിട്ടുള്ള ബന്ധം അത് തുടരാതിരിക്കുക എന്നുള്ളത് കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത്രയും ജാഗ്രതയെങ്കിലും സർക്കാരുമായി ബന്ധപ്പെട്ട ഇല്ലെങ്കിൽ ഭരിക്കുന്ന പാർട്ടികളുമെല്ലാം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് ഓർമ്മിപ്പിച്ചുകൊള്ളുന്നു. Big TV, without fear or favor.